തീയും ബന്ധങ്ങളും ഒരുപോലെയാണ്. വളരെ സൂക്ഷിക്കണം. ചിലപ്പോൾ നല്ലതാണ്, ചിലപ്പോൾ പൊള്ളും. തീയാണ്, സൂക്ഷിക്കണം, എല്ലാവരും പറഞ്ഞു. തീ പൊള്ളിക്കും, വേദനിപ്പിക്കും. തൊലിപ്പുറത്ത് തണുപ്പ് സൂചി കുത്തുന്ന വേദന തന്നപ്പോൾ നെരിപ്പോടിലെ തീ വേദന മാറ്റി. എല്ലാവരും പറഞ്ഞു തീ ശരീരം വെണ്ണീറാക്കും. തണുപ്പിൽ അസ്ഥികൾ ഉറഞ്ഞുകൂടി ശരീരം നിശ്ചലമായപ്പോൾ തീ അസ്ഥികൾക്ക് അയവേകി ചലിപ്പിച്ചു. എല്ലാവരും പറഞ്ഞു തീ കൊല്ലും. മഞ്ഞിൽ രക്തം തണുത്തുറഞ്ഞ് മരണം മുന്നിൽ കണ്ടപ്പോൾ തീ ആയിരുന്നു ജീവൻ തിരികെ നൽകിയത്. മനുഷ്യരങ്ങനെയാണ്. എത്ര നന്മ ചെയ്താലും പൊള്ളിച്ചതും വേദനിപ്പിച്ചതും മാത്രം ഓർത്തുവെക്കും. കുഞ്ഞുങ്ങൾക്ക് തീയിൽ തൊടാൻ കൊതിയാണ്. ഒന്നു തൊട്ടാൽ അതോടെ ആഗ്രഹമില്ലാതെയാകും. പിന്നെ ഭയം നോടും. ദൂരെ നിന്ന് ആകർഷിക്കുന്ന പലരും അടുക്കുമ്പോൾ തീയാണ്. ഒരൊറ്റ വാക്കുകൊണ്ട് ഏത് ബന്ധവും തകർക്കും. തീയുടെ നിറം ആകർഷകമാണ്. നിറം കണ്ട് തീയെ ചേർത്ത് പിടിക്കുന്നതെല്ലാം നിറമില്ലാത്ത ചാരമായി മാറും. നിറങ്ങൾ കണ്ട് വാരിപ്പുണരുന്ന പലരും ജീവിതത്തിൽ നിറം കെടുത്തും സ്വപ്നങ്ങൾ ചാരമാക്കും. എല്ലാവരും പറഞ്ഞു തീ വഴി കാണിക്കും, കാഴ്ച പകരും. പക്ഷേ തീയും പുകയുമേറ്റ് കണ്ണു നീറി കാഴ്ച മങ്ങി. എല്ലാവരും പറഞ്ഞു തീ അന്ധകാരം നീക്കും. പ്രകാശം കണ്ട് പറന്നെത്തിയ ഈയലുകൾ ചിറകെരിഞ്ഞു വീണു. പുറമെ സുഖകരമെന്ന് തോന്നിക്കുന്ന പല സൗഹൃദങ്ങൾക്കും പിന്നിൽ അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. വിവേകിയാവുക. തീ എത്ര അപകടമുണ്ടാക്കിയാലും അതില്ലാതെ ജീവിക്കാനാവില്ലല്ലോ. പൂർണ്ണമായി ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനാവില്ലല്ലോ. ബന്ധങ്ങളും അങ്ങനെ തന്നെ. ഇല്ലാതെ പറ്റില്ല. ഒത്തിരി അടുത്താൽ പൊള്ളലുണ്ടാക്കും, വേദനകൾ സമ്മാനിക്കും.